എനിക്ക് അവനെ പണ്ട് മുതലേ ഇഷ്ടാ. കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന പിള്ളേരെ ഇക്കാലത്ത് കണ്ടുകിട്ടാൻ വിഷമാ. അവിടെ ഭാഗ്യമാണ് ഈ ബന്ധമെന്ന് കരുതിയാ മതി. എനിക്കെന്തോ ഇതത്ര വലിയ ബന്ധമായിട്ടൊന്നും തോന്നുന്നില്ല. കാര്യം ഗൾഫിൽ പോയി കുറച്ച് കാശുണ്ടായി കാണും. പക്ഷെ ആ കാശെല്ലാം ഒരു വീട് പണിഞ്ഞ് തീർത്ത് വെച്ചിരിക്കല്ലേ. തന്നെയല്ല, ഇപ്പൊ കല്യാണക്കാര്യത്തിൽ ഗൾഫുകാർക്ക് പൊതുവേ മാർക്കറ്റ് സ്വല്പ ഡിമ്മ. ആ മാർക്കറ്റ് ഒന്നും മുരളിയുടെ കാര്യത്തിൽ നോക്കേണ്ട ആവശ്യമില്ല. അതെ, പിന്നെ നോക്കാതെ കല്യാണം കഴിഞ്ഞാൽ പെണ്ണ് നോക്കാൻ ചെറുക്കനൊരു ജോലിയുണ്ട്. മുരളി ടൗണിൽ എന്തോ ബിസിനസ് തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞിരുന്നു. എന്തോന്ന് ബിസിനസ്? വീഡിയോ ഷോപ്പ്. സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞു. നിനക്കൂടെ എന്താ കാര്യം? പോയി പഠിക്കടാ. ഓടാവിടുന്ന്. അങ്ങനെ ഇരതിരിച്ചന്വേഷിക്കൊന്നും വേണ്ട. അവൻ നല്ലവനാ. നമ്മുടെ രമയെ നോക്കാനുള്ള തൻ്റെ ഇടമൊക്കെ അവനുണ്ട്. നമുക്കിത് അധികം വയ്യാതെ നടത്താം. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. അതെന്താ? എനിക്ക് പഠിക്കണം. പഠിച്ചോ. കല്യാണം കഴിഞ്ഞ ഉടനെ പഠിപ്പ് നിർത്തണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. അല്ല, കല്യാണക്കാര്യം പറയുമ്പോ എല്ലാ പെൺകുട്ടികളും പറയുന്നതായത്. അല്ല, എനിക്കിപ്പോ കല്യാണം വേണ്ട. കൊഞ്ചാതെ പോടിയപ്പുറത്ത്. മകരത്തിന് മുമ്പ് നടത്തേണ്ടി വരുവോ? വരുവടാ. എനിക്കിപ്പോ കല്യാണം വേണ്ടെന്നല്ലേ പറഞ്ഞേ? ഡേയ്, അധികം സംസാരിക്കൊന്നും വേണ്ട. കല്യാണം നടത്തണോ വേണ്ടോ എന്ന് ഞങ്ങളെല്ലാം ചേർന്ന് തീരുമാനിക്കും. ഞങ്ങൾ ആണുങ്ങൾ തീരുമാനിച്ചോളാം കേട്ടാ. എനിക്ക് പഠിക്കണം. പേടിക്കാതെ രമേ, എന്നായാലും വേണ്ടതല്ലേ. എനിക്കിപ്പോ കല്യാണം വേണ്ട. ഞാൻ എഴുന്നേറ്റ് വന്നൊരു കുത്തങ്ങ് വെച്ചിരും കേട്ടോ ആസത്തെ. വെറുതെ നിന്ന് ചിണുങ്ങണ്ട. ഒരു നല്ല കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയില. ഏയ്, ഇത്രയ്ക്ക് പിണങ്ങാൻ എന്തുണ്ടായി? കല്യാണം വേണ്ടെങ്കിൽ വേണ്ട, അത്രയല്ലേ ഉള്ളൂ. പിന്നെന്തിനാ നിർബന്ധിക്കുന്നേ? അതവർക്ക് നിന്നോട് സ്നേഹമുള്ളണ്ടല്ലേ. അത്രയ്ക്ക് സ്നേഹമൊന്നും വേണ്ട. ഏട്ടത്തി, ഒരു മുഖലക്ഷണം പറയട്ടെ. നിന്റെ മനസ്സിൽ മറ്റാരോ ഉണ്ട്. പറ, ആരാ നിന്റെ മനസ്സിൽ? ധൈര്യമായിട്ട് പറ. നിന്നെ ആരും ഒന്നും ചെയ്യില്ല. നോക്ക്, ഏട്ടത്തി നിന്റെ കൂടെയാ. നിന്റെ ഇഷ്ടത്തിനെതിരായി പ്രവർത്തിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. പറ മോളെ. എന്റെ കോളേജില് മലയാളം പഠിപ്പിക്കുന്ന സാറിന് എന്നെ ഇഷ്ടാ. എന്താ അയാളുടെ പേര്? ശിവൻ. ഉറങ്ങിയോ? ഞാൻ ഒരു കാര്യം പറഞ്ഞാ ദേഷ്യപ്പെടൂ? ദേഷ്യപ്പെടൂ? എന്താ നിന്റെ കാശ് വല്ലതും പോയോ? അതല്ല, നമ്മുടെ രമയുടെ കാര്യ. എന്താ? പിന്നെ കേട്ടാ ബഹളം വയ്ക്കരുത്. ഇല്ല, നമുക്ക് പറഞ്ഞു ശരിയാക്കാവുന്നേ ഉള്ളൂ. നീ കാര്യം പറ. രമ അവളുടെ മലയാള ലെക്ചറുമായി സ്നേഹത്തിലാണെന്ന്. കൊല്ലും ഞാൻ. പഠിക്കാനെന്നും പറഞ്ഞ മാസാമാസം ഫീസും ബസ് ചാർജും വാങ്ങി നീ ഇവിടുന്ന് പൊയ്ക്കൊണ്ടിരുന്നത് ഇതിനായിരുന്നോടി? കുടുംബത്തിന് ചിത്തപ്പേരുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. മുട്ടിനും തല്ലുപിടിച്ച മൂലക്കിടും. പ്രേമാണ് പോലും. എന്താണോ എടുത്ത മണ്ഡലോടത്ത് വെക്കേ? എന്താ മോള് പാരലൽ കോളേജിലെ വാധ്യാരോട്ട് പ്രേമത്തിലാണെന്ന്. അച്ഛാ, ഇതിങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുകയില്ല. ഒറ്റ മോളാന്ന് കരുതി നിങ്ങൾ രണ്ടുപേരും ലാടിച്ച് ലാടിച്ച് അവളിങ്ങനെ ചീത്തയത്. ഒന്ന് മാറിക്കേ. ഇനി ഞാൻ ചോദിക്കാം. ഞാനും ഇവളുടെ ഒരു സഹോദരനാണല്ലോ. എടി, അവൻ ആരാണ്? അവന്റെ പേരെന്താണ്? നാടെവിടെയാ? ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി? ഇങ്ങനെ ബഹളം വെച്ചാൽ എങ്ങനെയാ അയൽവക്കക്കാരെ കൂടെ അറിയിക്കണം? അറിയില്ലടി, ചോദിക്കാനും പറയാനും ഇവിടെ ആണുങ്ങളുണ്ടോ? നാലാൾ അറിയട്ടെ. ഇവളുടെ നാളെ മുതൽ നീ കോളേജിലും പോണ്ട, ഒരു കുന്തത്തിലും പോണ്ട. ഈ വീട്ടിൽ ഇന്ന് വരെ ആരും ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാക്കിയിട്ടില്ല. അല്ല, എനിക്ക് ആദ്യം പോലെ സംശയം ഉണ്ടായിരുന്നു. ഉണ്ണിയേട്ടൻ നേരം വിളിക്കട്ടെ. ഇതിൽ രണ്ടിലൊന്നും അറിഞ്ഞിട്ട് നേരം വെളുത്താ മതി. നീ ഇനി അവനെ കാണൂ? കാണും. ഞങ്ങൾ തമ്മിൽ അടുപ്പാണ്. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ മാത്രമായിരിക്കും. ആരെതിർത്താലും എന്തൊക്കെ പറഞ്ഞാലും.
മിസ്റ്റർ ശിവൻ. മിസ്റ്റർ ശിവൻ ആരാണ്? എന്താ? സ്വല്പം പേഴ്സണലാണ്. ഒരു മിനിറ്റ് മാഷേ. തിരുനെല്ലിക്കാട്ടിൽ വെച്ച് പോലീസിന്റെ വെടിയേറ്റ് മരിച്ച വർഗീസ് എന്ന നെക്സലൈറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം എന്റെ സുഹൃത്തായിരുന്നു. തൽക്കാലത്തെ ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ നാടകത്തിലോട്ട് മാറിയെന്നേ ഉള്ളൂ. പക്ഷെ പ്രസ്ഥാനത്തിലെ പലരും ഇപ്പോഴും എന്റെ സുഹൃത്തുക്കളാണ്. അല്ല, ആരാ നിങ്ങള്? ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? ഒരു കോങ്ങാടും മറ്റൊരു തലശ്ശേരിയും ഇവിടെ ആവർത്തിപ്പിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കിക്കോളൂ. താൻ പഠിപ്പിക്കുന്ന പെമ്പിള്ളേരെ പിഴപ്പിക്കാൻ നടക്കുകയാണ് അല്ലേ? നിങ്ങൾക്ക് ആള് മാറിയെന്ന് തോന്നുന്നു. ഇല്ല, ഇനി ഇത് തുടർന്നാൽ തന്റെ ആൾ രൂപം ഞങ്ങൾ മാറ്റും. രമ ഞങ്ങളുടെ ഒറ്റപ്പങ്ങളാണ്. ഓ, ഇപ്പൊ മനസ്സിലായി. നാടകപ്രാന്തനായ ഒരു ചേട്ടനുണ്ടെന്ന് രമ പറഞ്ഞിരുന്നു. പേര് ചന്ദ്രൻ തെക്കേ മുറി അല്ലേ? അല്ല, പ്രേമം വടക്കേ മുറി. ആ, അത് തന്നെ. ഏതോ ഒരു മുറിയുള്ള കാര്യം അറിയാമായിരുന്നു. നിങ്ങളുടെ പുതിയ നാടകത്തിന്റെ പേര്? ശാന്തി മുഹൂർത്തം. ആ, ഏതോ ഒരു മുഹൂർത്തം. അത് കാണേണ്ട ഗതികേട് എനിക്കുണ്ടായി. നിങ്ങളുടെ റോളും ശരിയായില്ല, അഭിനയം മഹാബോറും. ഇപ്പോ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്ന നാടകത്തില് എനിക്ക് നല്ല റോളാണ്. ഞാൻ കലക്കും. എനിക്ക് പ്രതീക്ഷയില്ല. ഇല്ലേ, വേണ്ട. പ്രേമിക്കുന്നെന്ന് പറഞ്ഞ് എന്റെ പെങ്ങളുടെ പുറകെ താൻ ഇനി നടക്കരുത്. സുഹൃത്തെ, ഞാൻ എഴുതിയ ചില കവിതകളിൽ കടന്നു വരാറുള്ള തത്വങ്ങളെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ലോക സമസ്ത സുഖിനോ ഭവന്തു, മാ ഫലേഷു കഥാചന. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന് വെച്ചാൽ ചിറകറ്റ പക്ഷിക്കു ചിറകുമായി നീ ഇനി പിറകെ വരല്ലേ വരല്ലേ. അവസാന യാത്ര പറഞ്ഞു നീ ഇനിയും വരല്ലേ വരല്ലേ. നീ തന്നെ ജനനവും സന്ധ്യേ, നീ തന്നെ മരണവും സന്ധ്യേ. നീ തന്നെ ജനനവും നീ തന്നെ മരണവും നീ തന്നെ സന്ധ്യേ. ചിറകറ്റ പക്ഷിക്കു ചിറകുമായി നീ ഇനി പിറകെ വരല്ലേ വരൽ. ഹലോ. എന്താ? ഈ പാരലൽ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ശിവനുണ്ടല്ലോ, പുള്ളിയുടെ വീട് ഏതാ? ഇത് തന്നെ. ഇത് തന്നെയാണോ? ഇത് തന്നെയാ, സംശയിക്കണ്ട. കോളേജിലൊക്കെ വെറുതെ പോകുന്നല്ലേ. മൂപ്പർക്ക് എന്തിനാ ജോലി? അമ്മയ്ക്ക് ആ കൂടെ ഒറ്റ മകൻ, കണ്ടമാനം സ്വത്തും. നമ്മൾ ആരാണാവോ? ആരാ? നമസ്കാരം. ആ, നമസ്കാരം. മിസ്റ്റർ ശിവന്റെ അമ്മ, തൃക്കുന്നത്തെ ഭഗീരഥി അമ്മ. മനസ്സിലായില്ലല്ലോ. എനിക്ക് ശിവനെ ഒന്ന് കാണണം. അവൻ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. കാർത്തു, ആ ചുമന്ന മാരുതി കാർ അവിടെ കിടപ്പുണ്ടോ? നീല അംബാസിഡറോ? ആ, എന്നാ അവൻ ടൗണിൽ പോയതാവൂല. ഇവിടെ അടുത്തെങ്ങാനും പോയതായിരിക്കും. ഇരിക്കൂ. കുടിക്കാം. നല്ല കാഫലമുള്ള തെങ്ങാണല്ലോ. പിന്നെ നല്ല ഒന്നാന്തരം മണ്ണല്ലേ ഇവിടെ. പറഞ്ഞിട്ട് എന്താ കാര്യം? നോക്കി നടത്താൻ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ ഇവിടെ. 30 ഏക്കറിയാ ഭൂമി, അത് മുഴുവനും തെങ്ങ്. നെല്ലാണെങ്കി അത് ഒരു വശത്ത്. അങ്ങനെ ഒരു നിലയ്ക്ക് നോക്കിയാ സ്വത്തും മുതലൊന്നും അത് ഇല്ലാത്ത നല്ലത്. കാപ്പൊടിക്കാൻ വരൂ.
രമയുടെ ചേട്ടനല്ലേ? ഉം. ബാങ്കിൽ വെച്ചൊരിക്കാൻ കണ്ടിട്ടുണ്ട്. ഉംഹും. വരൂ, അകത്തിരിക്കാം. അമ്മേ,